എന്ന നിലയിൽ നമുക്ക് കൽപ്പാത്തിയിലേക്ക് പോകാം. അവിടെയും ഇന്നാണ് ദേവരഥ സംഗമം നടക്കുന്നത്. വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ വൈകിട്ട് ദേവരഥങ്ങൾ മുഖാമുഖം എത്തുന്നതോടെയാണ് ദേവരഥ സംഗമം ഉണ്ടാകുന്നത്. ഇന്നലെയും ഇന്നുമായി ആയിരങ്ങളാണ് കൽപ്പാത്തിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നത്. രഥാരോഹണം രാവിലെ തന്നെ നടക്കും. CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ശബരിമല ഇപ്പോൾ അങ്ങനെ ആളുകൾ ഒന്നുമില്ല, ഭക്തർ ഒന്നുമില്ല, അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു. പലരും പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയിലേക്ക് എന്നതിനും തർക്കമില്ല. എങ്ങനെയാണ് ഈ രഥോത്സവത്തിന്റെ കാഴ്ചകൾ? നമുക്ക് രാവിലെ തന്നെ അവിടെ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയോ? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. കൽപ്പാത്തിയിലെ കാഴ്ചകൾ അത് ഇന്ന് ജനത്തിരക്കിൻ്റെതാണ്, ആഘോഷത്തിൻ്റെതാണ്. അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ച് അവർ കാത്തിരിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയിലെ ക്ഷേത്രത്തിൻ്റെ പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേതനായ വിശ്വനാഥൻ്റെ ക്ഷേത്രത്തിന് മുൻപിലാണ്. ഇവിടെ രഥങ്ങളൊക്കെ തന്നെ ഈ അഗ്രഹാര തെരുവുകളുടെ പല ഭാഗങ്ങളിലായിട്ട് നിശ്ചയിച്ച സമയക്രമങ്ങളിൽ ഇവിടേക്ക് എത്താനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. 6 രഥങ്ങളാണ് ഇന്ന് ദിവസം ഈ ദേവസംഗമത്തിൽ അതിൻ്റെ ഭാഗമാവുക. അതിൽ 3 രഥങ്ങൾ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെതാണ്. ഇതിൻ്റെയൊക്കെ ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും ഒക്കെ പല തലങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ രഥം, അതേപോലെ പ്രസന്ന ഗണപതി ക്ഷേത്രത്തിലെ രഥം, ഇതൊക്കെ തന്നെ ഇന്ന് ഈ സംഗമത്തിന്റെ ഭാഗമായി അഗ്രഹാര തെരുവുകളിൽ ഇവിടെ ഈ പ്രധാന ക്ഷേത്രത്തിന്റെ വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലേക്ക് എത്തും. വലിയ തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ഇത് കേരളത്തിലെ ഒരു സവിശേഷ സങ്കല്പമാണ് ഈ കൽപ്പാത്തി അഗ്രഹാരത്തിൻ്റെതായിട്ടുള്ളത്. നമ്മൾ മറ്റിടങ്ങളിലൊക്കെ ഓരോ മേഖലയിലും അവരുടേതായ ശൈലിയിലും രീതിയിലും ആഘോഷങ്ങൾ നടക്കുമ്പോൾ കൽപ്പാത്തിയുടെ ഈ ആഘോഷം അതിൻ്റെ പഴമ അല്ലെങ്കിൽ അതിൻ്റെ താഴ്വേര് തമിഴ്നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ചരിത്രം കൂടി വിളിച്ച് പറയുന്നതാണ്. അങ്ങനെ ഒരു തമിഴ് ശൈലിയിലുള്ള ഒരു ആഘോഷം. നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തിന് സമാനമാണ് രഥോത്സവം. ക്ഷേത്രങ്ങളിലെ എഴുന്നള്ളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ദേവൻ അല്ലെങ്കിൽ ദേവത ആനപ്പുറത്ത് തിടമ്പേറി വിശ്വാസികളെ കാണുവാൻ, ഭക്തരെ കാണുവാൻ എത്തുന്നു. അതേപോലെ തന്നെ ഇവിടെ ആനയല്ല, പകരം രഥമാണ്. രഥത്തിലാണ് വിശ്വാസികളെ സന്ദർശിക്കുവാനായി അല്ലെങ്കിൽ വിശ്വാസികളെ കാണുവാനായി, ഭക്തരെ കാണുവാനായി ദേവതകൾ എത്തുന്നത് എന്നുള്ളതാണ് ഈ രഥോത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം. ഇതിൻ്റെ വിശ്വാസവും ഐതിഹ്യമൊക്കെ ഒരുപാട് വലുതാണ്. നമുക്ക് പലരെയും ആളുകളൊക്കെ ഇവിടെ പലരും എത്തിച്ചേരുന്നുണ്ട്. പ്രശാന്ത് ശിവൻ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രശാന്ത്, അപ്പോൾ അഗ്രഹാരത്തിൻ്റെ ആഘോഷം ഇപ്പോൾ കേരളത്തിൻ്റെ മുഴുവൻ ആഘോഷമാണ് അല്ലേ? സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ കൽപ്പാത്തി എന്ന് പറയുന്നത് പാലക്കാടുകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതിൽ അഭിമാനമുണ്ട്. ഇന്ന് പാലക്കാടിൻ്റെ അഭിമാനത്തെക്കാൾ ഉപരി കൽപ്പാത്തി എന്നത് മലയാളികൾ മുഴുവൻ, മലയാളികൾ എന്നുള്ള രീതിയിലല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു ഇടമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഓരോ ആളുകൾക്കും അഭിമാനിക്കാം. ഇത്തരത്തിലൊരു പൈതൃക ഗ്രാമത്തിലെ ഭക്തലക്ഷങ്ങളാണ്. നമ്മൾ ഇവിടുത്തെ തിരക്ക് നോക്കിയാൽ തന്നെ കാണാം. രാവിലെ നേരത്തെ തന്നെ ഇത്രയധികം തിരക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇത്തരത്തിൽ ഒരു കൽപ്പാത്തിയുടെ ആഘോഷങ്ങളിൽ ഭാഗമാകാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പണ്ട് മുതലേ ഈ ദിവസങ്ങളിലൂടെ എത്താറുണ്ടല്ലേ? അത് ഓർമ്മിച്ച കാലം മുതൽ ഈ അച്ഛൻ്റെ അമ്മയോടൊപ്പമാണ് കാലഘട്ടങ്ങളിൽ വരാറുണ്ടായിരുന്നത്. പിന്നെ ഓരോ വർഷവും ഇത്തരത്തിൽ ഈ കൽപ്പാത്തിയുടെ 7 ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവാറുണ്ട്. തേരിന് ശേഷവും ഈ രഥോത്സവത്തിൻ്റെ ഇന്നത്തെ അവസാന ദിവസത്തിന് ശേഷവും നാളെ മുതലും ഇവിടെ തിരക്കുകൾ ഏതാണ്ട് ഒരു ആഴ്ച 10 ദിവസത്തോളം ഈ ഉത്സവത്തിന്റെ ആരോപണം ഒടുങ്ങുന്നതിന് എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ആളുകൾ ഇവിടെ വന്നുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടുകൂടി വരുന്നു, ഇതിന്റെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് വരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു പോസിറ്റീവ് വൈബാണ്. അതിർത്തികൾക്കപ്പുറം ഇതിന്റെ ഒരു മഹാത്മ്യം പടർന്ന് പന്തലിച്ചു എന്ന് തന്നെ പറയാം. തീർച്ചയായും ഇവിടെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത്, ഇവിടെ വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് യാതൊരുവിധ തരത്തിലുള്ള മറ്റു ചിന്തകളൊന്നുമില്ല. എല്ലാവരും ഒരു പോസിറ്റീവ് വൈബിൽ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ഇതിനകത്തുള്ള ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്.
അതെ, അതാണ്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളിലേക്ക് കൂടി പോകാം. നമ്മൾ ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് കാഴ്ചകൾ നമുക്ക് ഇവിടേക്ക് നോക്കി കാണാം. ആളുകളൊക്കെ തന്നെ ഒരുപാട് സമയം കാത്തു നിന്നാണ് ദർശനത്തിന് എത്തുന്നത്. ഇന്നത്തെ ദിവസം അഗ്രഹാരത്തിലെത്തി ഈ അഗ്രഹാര തെരുവിലൂടെ വന്ന് ക്ഷേത്ര ദർശനം നടത്തി പോവുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇവിടുത്തുകാരുടെയും ഈ മേഖലയിലുള്ളവരുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. സ്വാഭാവികമായിട്ടും അത്രയും വലിയ തിരക്ക് ക്ഷേത്രത്തിലേക്ക് അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിലേക്കുള്ള ആ രീതിയിൽ ആ ഒരു വഴി നിറയെ ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമുക്കിവിടെ കാണാം. ഇതാണ് പ്രധാന ക്ഷേത്രം. ഈ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാന ക്ഷേത്രമാണ് എനിക്ക് മുമ്പിൽ കാണുന്ന ഇത് വിശ്വനാഥ ക്ഷേത്രം, വിശാലാക്ഷി സമേതന വിശ്വനാഥ ക്ഷേത്രം. അപ്പോൾ അവിടേക്കുള്ള തിരക്കാണ് നമ്മൾ കാണുന്നത്. എന്താണ് ഇന്നത്തെ ദിവസത്തെ നിങ്ങളുടെയൊക്കെ ഒരു പ്ലാന്? തൊഴുതു പോവാ, പിന്നെ വൈകുന്നേരം ആകുമ്പോ തേര് കാണണം. തേര് കാണാൻ വരാം. എല്ലാ ദിവസവും വരാറുണ്ടോ? എല്ലാ ദിവസവും വരാറ്. എല്ലാ ദിവസവും വരാറ്. ഒരുപാട് സമയമായോ വന്നിട്ട്? ഒരുപാട് സമയം. തിരക്ക് കൂടുതലാണോ? വളരെ കൂടുതലാണ്. കൂടുതലാണ്. പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വന്നുകൊണ്ടല്ലേ? നമ്മൾ തിരക്കിനൊരിക്കലും വിഘാതമാവേണ്ട. കാരണം ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഒഴുക്ക് തീർത്ഥാടകരുടെ അല്ലെങ്കിൽ ഭക്തരുടെ അവരുടെ ക്ഷേത്രത്തിലേക്കുള്ള ദർശനത്തിൻ്റെ ഒരു സമയമാണ്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഈ തേരിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഈ ഭാഗം നോക്കണം. ഇത് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള തേരാണ്. ഇതിൻ്റെ ഒരു സങ്കല്പം ഈ മഹാഗണപതി ക്ഷേത്രം വിശ്വനാഥിൻ്റെ അഭിമുഖമായിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. മുൻപ് ഇതിൻ്റെ ഒരു ഐതിഹ്യം പറഞ്ഞു കേട്ടിട്ടുള്ളത് കാശിയുടെ പാതി കൽപ്പാത്തി എന്നാണ് പറയുന്നത് തന്നെ. അതായത് കാശി ദർശനം കഴിഞ്ഞ് വന്ന ഒരു ബ്രാഹ്മണ സ്ത്രീ അവർ കൊണ്ടുവന്ന ശിവലിംഗം കൽപ്പാത്തിപ്പുഴയുടെ തീരത്ത് ഇവിടെ സ്ഥാപിക്കുകയായിരുന്നു. പിന്നീട് അത് ക്ഷേത്രമായി അല്ലെങ്കിൽ ക്ഷേത്രമാക്കി രാജാവ് മാറ്റുകയായിരുന്നു എന്നുള്ള സങ്കല്പമാണ് ഈ ക്ഷേത്രം ഇവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഐതിഹ്യമായി പറയുന്നത്. കാശിയിൽ അതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയും മറ്റു ചടങ്ങുകളും ഒക്കെ. അതാണ് കാശിയിൽ പാതി കൽപ്പാത്തി എന്ന ഒരു പ്രയോഗം തന്നെ, ഒരു ചൊല്ലിന് തന്നെ വഴി ഒരുക്കിയിരിക്കുന്നത്. ഇത് ഗണപതി ക്ഷേത്രത്തിലെ തേരാണ്. ഈ നേരത്തെ പറഞ്ഞു കേട്ടിരുന്ന ഒരു ഐതിഹ്യം കൂടിയുണ്ട്. ഈ ക്ഷേത്രത്തിൽ, അതായത് വിശ്വനാഥൻ്റെ ദർശനം എത്തുന്ന ഇടത്ത് എപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രഭാവം കാരണം, തൃക്കണ്ണുള്ള പ്രഭാവം കാരണം തീ വരുന്ന ഒരു പ്രധാനമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഗണപതിയെ അതിൻ്റെ നേരെ മുൻപിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ നേരെ മുൻപിൽ ഇപ്പോൾ ഗണപതി ക്ഷേത്രം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ആ ഗണപതി ക്ഷേത്രത്തിലെ തേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെതായ ഐതിഹ്യങ്ങളുണ്ട്, അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട്, അവരുടേതായ ശൈലികളുണ്ട്. നേരത്തെ പ്രശാന്ത് പറഞ്ഞതുപോലെ ഈ രഥോത്സവം എന്നത് പാലക്കാടിന്റെ ഒരു അഹങ്കാരമൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഈ വലിയ തോതിൽ ഇതിന് പ്രചാരണം ലഭിക്കുന്നു. കേരളത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് ഇത് കാണാനായിട്ട് ആളുകൾ എത്തുന്നു. വിശ്വാസത്തിൻ്റെ പുറത്ത്, അതിനപ്പുറത്ത് ഇതൊരു ആഘോഷം എന്ന നിലയിലൊക്കെ ഭാഗമായി എത്തുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ എല്ലാ തലമുറയിലും പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏറെ പ്രായമായവരെ, സ്ത്രീകളെ, യുവാക്കൾ, യുവതികൾ, കൈക്കുഞ്ഞുമായിട്ട് എത്തുന്നവർ. അത് ഈ രാവിലെയാണ് ഈ കാഴ്ച എന്നതാണ്. ഇപ്പോൾ തന്നെ അവിടെ ഒരു വലിയ തിരക്കായിട്ടുണ്ട്. അവിടേക്ക് എത്തുന്ന ഈ ഭക്തർക്കൊക്കെ എന്താണ് പറയാൻ കഴിയുന്നത്? അധികവും പാലക്കാട് നിന്നുള്ളവർ തന്നെ ആയിരിക്കും. എങ്കിലും പുറത്തു നിന്നുമൊക്കെ നിരവധിയായ ഭക്തർ എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു.